Check, check. Hello, check, check. Check, hello. Hello, check, check. Check, check, hello. Hello, check, check. Hello, check, check, hello. Hello, check, 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 hello. Hello, check, check. Check, hello. Hello, check, check. Hello, check, 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 hello. Check, hello. Okay, check, check, hello. എല്ലാവർക്കും നമസ്കാരം. വളരെ കുറച്ച് ആയിട്ടേ ഉള്ളൂ നമ്മുടെ ഈ ബാബുച്ചേട്ടനായിട്ടുള്ള പരിചയം. അദ്ദേഹത്തിന് അപ്പോൾ വളരെ കുറച്ച് നാളാണെങ്കിലും അദ്ദേഹം നല്ലൊരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാകണം എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന് 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 കുരി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന്
കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. സരസ്തടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ. പമ്പാ സരസ്തടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാ സഹ്യസാനുക്കളിൽ വിത്തു വിതയ്ക്കരുതേ വർഗീയ വിത്തു വിതയ്ക്കരുതേ. കുറിവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ. ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ അദ്വൈത ഭാരത ഹൃദയമല്ലോ. സിന്ധുവും ഗംഗയും വൈഗയും നിളയും ഇന്ത്യ തന്ന ക്ഷയനിധികൾ എന്നെന്നും ഇന്ത്യ തന്ന ഈശ്വരഖനികൾ. കുറിവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. താങ്ക് യു. താഴോട്ടം കേൾക്കത്തില്ല. ഉണ്ണിക്കുട്ടോ താഴോട്ടം കേൾക്കത്തില്ല. ആദ്യ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഒരെണ്ണം തിരിച്ചങ്ങോട്ട് പോയി നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ജയചന്ദ്രനെ ക്ഷണിച്ചു. പബ്ലിസിറ്റി ഇല്ലായിരുന്നു. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട
അധ്യക്ഷൻ, സൈഡിലോട്ട് വെച്ചോ. ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ ശ്രീ മധു എം ആർ, നമ്മുടെ ഈ നാട്ടരങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിരിക്കുന്ന കേരള ഫോക്ലോർ അക്കാദമി അംഗം ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് സോമ, മറ്റ് ഈ സദസ്സിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, കലാകാരന്മാരെ, കലാകാരികളെ, ചെന്നീർക്കര ഗ്രാമീണ വായനശാലയുടെ ചരിത്രത്തിലെ ഒരു സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ഒരു ദിവസമാണ് ഇന്ന് സമാഗതമായിരിക്കുന്നത്. ചെന്നീർക്കരയിലെ പൗരസമിതിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും ഗ്രാമീണ വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന നമ്മുടെ നാടിന്റെ വളർന്നു വരുന്ന കലാകാരന്മാരുടെയും ഇതിനോടകം തന്നെ പ്രസിദ്ധി നേടിയ കലാകാരികളുടെയും കലാകാരന്മാരുടെയും കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു വേദി, നാട്ടരങ്ങ്, നമ്മുടെ നാടിന്റെ അരങ്ങ്. ആ നാട്ടരങ്ങിന്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മുടെ ഈ ശുഭമുഹൂർത്തത്തിൽ നിർവഹിക്കാൻ പോകുന്നത്. ഇന്നിവിടെ നിൽക്കുമ്പോൾ വളരെയധികം ഓർമ്മകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, ഇന്നൊക്കെ 25 വർഷം മുമ്പ് നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് ചെന്നീർക്കര ഗ്രാമീണ വായനശാല. നമ്മുടെ നാടിന്റെ കലാരംഗത്ത് വളരെയധികം സംഭാവനകൾ ചെയ്തിട്ടുള്ള വലിയ കലാകാരന്മാർ, അവരിൽ പലരും മൺമറഞ്ഞു പോയി. കുറച്ചുപേർ പ്രായാധിക്യം കാരണം വിശ്രമത്തിലാണ്. അപ്പൊ അവരുടെ എല്ലാം ഓർമ്മകൾക്ക് മുമ്പിൽ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. നമുക്കറിയാം, നമ്മുടെ സുഹൃത്തുക്കളും മുതിർന്നവരുമായിട്ടുള്ള ചെന്നീർക്കര ഗ്രാമീണ വായനശാല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ഈ ഒരു ഗ്രാമത്തിൽ എല്ലാ വർഷവും ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു നമ്മുടെ ഈ ഒരു ചെന്നീർക്കര അമ്പലത്തുംപാട് പ്രദേശം. പക്ഷേ ദൗർഭാഗ്യകരമായ പല കാരണങ്ങളാലും കലാകാരന്മാരുടെ അഭാവം മൂലമോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര് അവര് തൊഴിൽ തേടി വിദേശങ്ങളിൽ ജോലി അന്വേഷിച്ച് പോവുകയും അങ്ങനെ നമ്മുടെ ഒരു യുവജനത നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് താൽക്കാലികമായി അവരുടെ ഒരു അഭാവം, അതുപോലെ തന്നെ പരിപാടികൾ സംഘടിപ്പിക്കാനും അത് കാര്യക്ഷമതയോടെ നടത്താനും ഒക്കെ കഴിവുള്ള ഒരു തലമുറയുടെ അഭാവം, ഇതൊക്കെ കൊണ്ടാവാം നമ്മുടെ ഈ പ്രദേശത്ത് ഒരു സാംസ്കാരിക പരിപാടി നടന്നിട്ട് വർഷങ്ങൾ കുറച്ചായി. എങ്കിലും നമ്മൾ ഈ ഒരു നിമിഷത്തിൽ അതിനെല്ലാം പരിഹാരം കണ്ടിരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ എല്ലാ കാര്യങ്ങൾക്കും, നമ്മുടെ നാടിന്റെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് നമുക്ക് വേണ്ടി എല്ലാ നേതൃത്വവും ഏറ്റെടുത്ത് നമ്മുടെ ഈ നാട്ടരങ്ങ് എന്ന സംരംഭവും കലാ സാംസ്കാരിക ഈ ഒരു കൂട്ടായ്മ നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ നിമിത്തമായത് നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീ മധു എം ആർ. അദ്ദേഹത്തെ ആദ്യമായി ഞാൻ ഒരു അഭിനന്ദനം നന്ദിയും അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ ഒരു സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തിട്ടുചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സോമ സാർ, അദ്ദേഹത്തെ നമ്മുടെ നാട്ടിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, മുഖവര ആവശ്യമില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമ. ഇന്ന് സംസ്ഥാന തലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഭ അംഗീകരിക്കപ്പെട്ടു. അദ്ദേഹത്തെ ഫോക്ലോർ അക്കാദമിയുടെ അംഗമായി ഗവൺമെന്റ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അങ്ങേയറ്റം അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ അധികം നീട്ടുന്നില്ല, കാരണം നമ്മുടെ പരിപാടി തുടങ്ങാൻ താമസിച്ചു പോയി. അതുകൊണ്ട് ഈ പരിപാടിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് സോമയെ എന്റെ വ്യക്തിപരമായ പേരിലും ചെന്നീർക്കര പൗരസമിതിയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും ഗ്രാമീണ വായനശാലയുടെയും പേരിൽ സ്നേഹപൂർവ്വം സഹർഷം സ്വാഗതം ചെയ്തു.
പിന്നെ നമ്മുടെ മെമ്പർ അദ്ദേഹത്തെ ഔപചാരികമായി ഈ വേദിയിലേക്ക് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായി ശ്രീ മധു MR അവർകളെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ ഓരോരുത്തരെയും നമുക്കറിയാം, ഒരു തുടക്കമാണ്. എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു യാഥാർത്ഥ്യം ഇനി എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച നമ്മുടെ ഈ നാട്ടരങ്ങ് നമ്മുടെ കലാകാരന്മാരുടെ കലാവിരുന്ന് അവതരിപ്പിക്കപ്പെടാനും ആസ്വദിക്കാനുമായി നമ്മൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പ്രേക്ഷകർ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരും എന്നൊരു പ്രതീക്ഷയോടെ എല്ലാ പ്രിയപ്പെട്ട കലാസ്വാദകരെയും നാട്ടുകാരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ഏറെ ബഹുമാന്യായ അഡ്വക്കേറ്റ് സുരേഷ് സോമ സാർ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ജയചന്ദ്രൻ അണ്ണൻ, ബാക്കി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട കലാസ്നേഹികളെ, ജയചന്ദ്രൻ പറഞ്ഞ കണക്ക് തന്നെ അധികം സമയം നമുക്ക് ഉദ്ഘാടന സെഷനില്ല. നമ്മൾ ആദ്യം തീരുമാനിച്ചത് 15 മിനിറ്റ് ഉദ്ഘാടനവും ബാക്കി നമ്മുടെ നാട്ടിലെ കലാകാരന്മാരുടെ കലാപ്രകടനമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. എങ്കിൽ പോലും ഈ വേദിയിൽ നിൽക്കുമ്പോൾ അധ്യക്ഷൻ എന്ന നിലയിൽ 1-2 കാര്യങ്ങൾ പറയാതെ പോകാനും കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ രീതിയിൽ ഒരു സ്റ്റേജ് ഇട്ടല്ല, നമ്മുടെ ഈ ആലിൻ്റെ തൊട്ടുപുറയിൽ നിൽക്കുന്ന ആലിൻ്റെ തറയൊന്ന് കെട്ടി ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ സ്റ്റേജ് ഒരു തട്ട് സ്റ്റേജായിട്ട് നിർമ്മിച്ച് അതിൽ പരിപാടി ആരംഭിക്കണം എന്നാണ് കരുതിയത്. അങ്ങനെ നമ്മൾ അതിനൊരു ശ്രമം തുടങ്ങിയ ഘട്ടത്തിലാണ് വയനാട് ഉരുൾപൊട്ടലുണ്ടായി. ഒരു വലിയ പ്രകൃതിക്ഷോഭം കാരണം ജനങ്ങളെല്ലാവരും വയനാടിനെ കൈത്താങ്ങുന്ന ഒരു ഘട്ടമായിരുന്നു. അന്നേരം പിന്നെ നമ്മൾ ഉടനെ അത് കാര്യങ്ങളൊന്നും ഒഴിവാക്കി നിർത്തിയതായിരുന്നു. അപ്പോൾ എന്തെന്നാലും ഇനി ഈ വരാൻ പോകുന്ന അടുത്ത 1-2 മാസത്തിനുള്ളിൽ നമ്മൾ ആ രീതിയിൽ തന്നെ ഈ ആൽത്തറ കെട്ടി നല്ല വലിയൊരു സ്റ്റേജുകൾ നിർമ്മിച്ച് നമുക്കിവിടെ പരിപാടികൾ നടത്താൻ കഴിയും എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗത്തിൽ ഒരു അനുസ്മരണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ അന്നേരം പിന്നെ ഇനി വീണ്ടും അനുസ്മരണം എന്ന നിലയിൽ സംസാരിക്കാനെ കൊണ്ട് സമയം എടുക്കാനില്ലാത്തതുകൊണ്ട് നമ്മുടെ ഇന്ന് ഈ പരിപാടിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് നമ്മുടെ ബാബുണ്ണായിരുന്നു. ബാബുണ്ണെ കുറിച്ച് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ചെന്നീർക്കരയിലെ അമ്പലത്തുംപാട്ടെ എല്ലാ ജനങ്ങൾക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് വലിയ വിഷമമുള്ളൊരു കാര്യം, നമ്മുടെ വാർഡ് ഒരു സമ്പൂർണ്ണ ശുചിത്വ വാർഡ് എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് അന്ന് നമുക്കൊരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്ത് അത് റിലീസ് ചെയ്തുകൊണ്ട് വേണം അത് പ്രഖ്യാപനം നടത്താൻ എന്നാണ് നമ്മൾ ആലോചിച്ചത്. ഒക്ടോബർ 2-ന് ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രഖ്യാപനം നടത്താനാണ് ഇരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടൊന്ന് പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഡോക്യുമെൻ്ററിയിൽ ഒരു ഗാനം വേണം എന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങളുടെ മനസ്സിൽ വന്നത് ബാബുണ്ണൻ്റെ കാര്യമാണ്. ബാബുണ്ണൻ ഇതുപോലെ ഒരു സന്ധ്യാസമയത്ത് ഞാൻ ചെന്ന് ബാബുണ്ണൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ജയചന്ദ്രനും ഞാനും കൂടെ ചെന്ന് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വായനശാല തുറക്കാൻ വരുമ്പോൾ എന്നെ അദ്ദേഹം ഈ പാട്ട് പാടിക്കേൽപ്പിക്കുകയോ ചെയ്യുന്നു. ഒരു രാത്രി കൊണ്ട് എത്ര മനോഹരമായി, ഇപ്പം ഉടനെ തന്നെ അധികം താമസമില്ലാതെ നമുക്ക് ആ ഡോക്യുമെൻ്ററി റിലീസ് ചെയ്യും. അദ്ദേഹത്തിന് അത് നേരിട്ട് കാണാനെ കൊണ്ടുള്ള ഒരു ഭാഗ്യം കിട്ടാതെ പോയി എന്നാണ് ഒരു വലിയ വിഷമമായിട്ട് എൻ്റെ മുന്നിലുള്ളൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത്. അപ്പോൾ സഹപ്രസംഗികൻ കൃത്യമായി പറഞ്ഞു, നമുക്കിനി വരാൻ പോകുന്ന എല്ലാ മാസവും ഞായറാഴ്ച, ആദ്യത്തെ ഞായറാഴ്ച 2 മണിക്കൂർ സമയം നമ്മുടെ നാട്ടിലൊരു കലാസന്ധ്യ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും ഇവിടുത്തെ കലാപ്രേമികൾക്കും കലാ ആസ്വാദകർക്കും വേണ്ടി സൃഷ്ടിക്കാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കമാണ് നമ്മളിന്ന് ഇവിടെ തുടങ്ങുന്നത്. ഇപ്പം ഏകദേശം ഇപ്പം തന്നെ നമുക്കൊരു 10-20 പാട്ടുകൾ പാടാനെ കൊണ്ട് ഉള്ള ആളുകൾ ഇന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ചെന്നീർക്കരയിലെ ഒരു ഭാഗം, ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ അമ്പലത്തുംപാട്ട് വായനശാല കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശത്തെ ആളുകൾ മാത്രമാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെന്നീർക്കര പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളിലേക്ക് ഈ ഒരു കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു ദിവസത്തെ പരിപാടിയായിട്ടൊക്കെ നടത്തേണ്ടതായിട്ട് വരും ഭാവിയിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ തരത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ മാറട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഫോക്ലോർ അക്കാദമിയുടെ കമ്മിറ്റി അംഗം കൂടിയായ അഡ്വക്കേറ്റ് സുരേഷ് സോമ സാറിനെ ക്ഷണിക്കുന്നു. അഭിവാദ്യങ്ങൾ.
പ്രിയപ്പെട്ടവരെ, ഈ ധന്യമായ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ ജനപ്രിയനായ ജനപ്രതിനിധി ശ്രീ മധു എം ആർ, ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ നാടിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ TR ജയേന്ദ്രൻ സാർ, ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട കലാകാരന്മാരെ, കലാകാരികളെ, ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ വക്കീലാവുന്നതിന് മുമ്പ് പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിവിധ ഒരുപാട് ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഭാഷ് തമ്പി, പിന്നെ വ്യത്യസ്തമായി എനിക്ക് തോന്നിയത്, സാധാരണ പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പരിപാടി തുടങ്ങിയത് ഒരു അനുഗ്രഹീത ഗായകന്റെ ഒരു സൂപ്പർ ഗാനം കൊണ്ടാണ്. ഒരു സ്പെഷ്യൽ കയ്യടി നമുക്ക്, ഒരു നാട്ടരങ്ങ്, തീർച്ചയായും ഒരു മനോഹരമായ സംഗീതം കൊണ്ട് തീർച്ചയായും നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ കഴിഞ്ഞു. തീർച്ചയായും ആ കലാകാരൻ ഉൾപ്പെടുന്ന കൂട്ടത്തിന് ഫോക്ലോർ അക്കാദമിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ എന്തെങ്കിലുമൊക്കെ തന്നെ പരിപാടികൾ നമ്മുടെ ജില്ലയ്ക്ക് അകത്തും പുറത്തുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ കൂടി പരിഗണിക്കുന്നതായിരിക്കും എന്ന് അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഈ നാട്ടരങ്ങ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇങ്ങനെയൊരു മനുഷ്യന്റെ തിരക്കിനിടയ്ക്കും പരസ്പരം ഇഷ്ടം ഇല്ലായ്മയ്ക്കിടയിലും പരസ്പരം പാരവെപ്പലിന്റെയും കുശുമ്പിന്റെയും കുന്നായ്മയുടെയും ഒക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒന്നിച്ചൊന്നിരുന്ന് ഒന്ന് പാടി താളം പിടിച്ച് കൂട്ടുകൂടി കൂട്ടുചേർന്നിരുന്ന് ഇങ്ങനെയുള്ള പഴയകാല നാട്ടുംപുറത്തിന്റെ ഈ നന്മയിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒരുക്കിയതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റേതായിട്ടുള്ള ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മുടെ ഈ വായനശാല കേരള ഫോക്ലോർ അക്കാദമിയിലേക്ക് രജിസ്റ്റർ ചെയ്താൽ സർക്കാരിൻ്റെ ഫോക്ലോർ അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളൊരു പദ്ധതി ഈ കൂട്ടായ്മയെ കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നതായി ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ ആപ്ലിക്കേഷനും മറ്റു കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാരവാഹികളുമായിട്ട് തീരുമാനിച്ച് നമുക്ക് താമസിക്കാതെ തന്നെ അത് തന്നാൽ അത് ബോർഡിൽ വെച്ചിട്ട് അതിൻ്റെ അംഗീകാരം നേടിയെടുക്കുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മധു പറഞ്ഞതുപോലെ ഒരുപാട് കലാകാരന്മാരുടെ ഒരു നാടാണ്, ഓർമ്മകൾ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ എൻ്റെ ഈ സെഷൻ നിൽക്കാം. പ്രിയപ്പെട്ട കവിയും കലാകാരനുമൊക്കെയായ പ്രിയപ്പെട്ട സുരേഷ് ആലംകുറ്റി ഉൾപ്പെടെയുള്ള കലാകാരന്മാരുണ്ട്. അതുപോലെ ഹരീഷ് പുളിക്കലുണ്ട്. ഇവിടെ വരുമ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ മനസ്സിന് ഒരു ചെറിയ നൊമ്പരമായി പ്രിയപ്പെട്ട ബാബുവിൻ്റെ ഓർമ്മകൾ തീർച്ചയായും ഇവിടെയുണ്ട്. ഈ സ്റ്റേജിലിരിക്കുമ്പോൾ പണ്ടിതുപോലെയുള്ള കൂട്ടായ്മയിൽ നമ്മളോടൊപ്പം നിന്നിരുന്ന അനുഗ്രഹീത ഗായകൻ കൂടിയായിരുന്ന പ്രിയപ്പെട്ട TR ജയറാമിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. തീർച്ചയായും ഈ ഓർമ്മകളുടെ ഒക്കെ പിൻബലത്തിൽ ഈ ഒത്തുചേരലിന് ഒരു വലിയ നാടിൻ്റെ നന്മയുണ്ട്, കൂട്ടായ്മയുണ്ട് എന്ന തിരിച്ചറിവിൽ ഇതിന് മുൻകൈയെടുത്ത എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നാട്ടരങ്ങ് എന്നാണ് ഈ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ഒരു ആൽമരം. അപ്പോൾ ഈ ആലിനെ കുറിച്ച് കേൾക്കുമ്പോൾ പണ്ട് ഈ ആലിൻ്റെ പിന്നെ താഴെ അത് കെട്ടി എന്തോ പറയുന്ന ഒരു ആൽത്തറല്ലേ, ഒരു തറ കെട്ടി അതിൽ ഈ നാട്ടുംപുറത്ത് ആളുകളെല്ലാം കൂടെ കൂടിയിരിക്കുമായിരുന്നു. വെറുതെ വെടിവെട്ടം പറയാനും
വെറുതെ തമാശ പറയാനും ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന 3 കേന്ദ്രങ്ങളാണ്. ഒന്ന് അത്തരമുള്ള ആൽത്തറകൾ, ഇത്തരമുള്ള വായനശാലകൾ, പിന്നെ നമ്മുടെ നാട്ടിലെ ചായക്കടകൾ. ഈ 3 കേന്ദ്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 2 വരിയുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ആ 2 വരി ഒന്ന് ചൊല്ലി നോക്കാം. അപ്പോൾ അജിത്തൂടെ ഇങ്ങോട്ട് പോവാം. അപ്പോൾ ആ 2 വരി നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് എന്താണ് ഒന്ന്. അപ്പോൾ നമുക്ക് ഈ കൂട്ടായ്മ തുടങ്ങുന്നത് ഒരു ചെറിയ ഉഷാറോട്, എന്തോ ഒരു ചെറിയൊരു പട്ടുനൂൽപ്പുഴുവിന്റെ ആലസ്യം എല്ലാവരുടെയും മുഖത്തുണ്ട്. ഇത് നമ്മുടെ വലിയൊരു നാട്ടരങ്ങിന്റെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ നല്ല ഊർജ്ജസ്വലതയോടെ എന്താണ്, ഒരുപാട് ആളുകൾ ഉള്ളതിലല്ല, ഉള്ള ആളുകൾ മനസ്സുകൊണ്ട് ഒരു പരിപാടിയിൽ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ആ പരിപാടിക്ക് മികവേകും എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവരോടും ചേർന്ന് അർപ്പോ എന്തോ ഇറോ ഇത്രേ ഉള്ളോ? അമ്പലത്തും പാട്ടിന്റെ ഇറോ. ഒന്നുകൂടെ ഉഷാറായിട്ട് അർപ്പോ. അങ്ങനെയെങ്കിൽ പണ്ടുകാലത്ത് ഈ നാടിന്റെ സംഗീതമായി ഉയർന്നു വന്ന ഒരു കാര്യം കൂടെ നമുക്ക് എല്ലാവരും കൂടെ ചേർത്തിട്ട് നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. എല്ലാവരും കൂടെ ചേർന്ന് ഒരു കൊരവ പോരട്ടെ. ആണ് ഉണ്ണിക്കുട്ടനൊക്കെ അടിപൊളിയായിട്ട് എന്താണ് കൊരവേടി അല്ലെ? സ്ത്രീജനങ്ങൾ ഒന്ന് പമ്പ് ചെയ്യുന്നപ്പോഴും ഇല്ലേ? സത്യം പറഞ്ഞാലേ ഒന്ന് കൊരവയിട്ട് ആർപ്പ് വിളിച്ച് താളം പിടിച്ച് ഞങ്ങളും നിങ്ങളും ഇല്ലാതെ നമ്മളൊന്നായി പാടുകയും പറയുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന ആ നന്മയുടെ കാലത്തെ ഈ ആൽമരം കാണുമ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് എന്താണ് ഒന്ന് താളം പിടിച്ച് നമുക്ക് ആ 2 വരി ഇത് പാടി നോക്കാം. നമുക്ക് അറിയാവുന്ന ഒരു പാട്ടാണ്. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളി കഴിഞ്ഞകം പോവാൻ ചന്ദനം വേണം. ആലായ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. അല്ലേ? ഈ കുളവും കൂട്ടായ്മയും കൂട്ടുകാരുമെല്ലാം ഈ നാടിൻ്റെ നന്മകളാൽ സമൃദ്ധമാണ് എന്ന തിരിച്ചറിവ് ഈ കൂട്ടായ്മയിലേക്ക് പോകുമ്പോഴാണ് അറിയാതെ നമ്മൾ ആ പഴയ കാലത്തേക്കും പാട്ടിലേക്കും ഒക്കെ തന്നെ നമ്മൾ കൂടിപ്പോകുന്നത്. ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ആ പഴയ കാലത്തേക്ക് നമുക്ക് ഒരു വട്ടം കൂടി ഒന്ന് പോകാനാകെ തോന്നിപ്പോകുന്നത്. എന്ത്? ONVയുടെ ഏതാ മോഹം എന്ന കവിത അല്ലേ? സുരേഷ് മാഷേ അതോ? ഒരു വട്ടം കൂടിയന്നോർമകൾ മേയും തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നോരാ നെല്ലി മരമൊന്നുലത്തുവാൻ മോഹം, മരമൊന്നുലത്തുവാൻ മോഹം. ഇതുപോലെയുള്ള കവിതകളും പാട്ടുകളും ഒക്കെ ചേർത്ത് നമുക്ക് ഇവിടെ നിങ്ങളുടെ നല്ല ഇവിടെ തന്നെ 10-18-20 പേരോളം വലിയ മത് 20 ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇതൊരു തുടക്കമായി ഇപ്പൊ തന്നെ നല്ല ഒരു 10-30 പേരിൽ എങ്കിലും ഇപ്പൊ ഇവിടെയുണ്ട്. ഈ 30 പേർ തീർച്ചയായും അടുത്ത മാസങ്ങളിൽ അത് 300ആയി മാറും. അത് നമ്മുടെ ഈ നാടിന്റെ ഒരു സഹൃദയത്വത്തിന്റെയും നാടിന്റെ നന്മയുടെയും ഒരു കൂട്ടായ്മയായി മാറും എന്ന് ഉറപ്പുണ്ട്. പുതിയ നാടാണ്, പുതിയ കാലമാണ്, ഈ പുതുവർഷമാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാടി അവസാനിപ്പിക്കാം, ഇങ്ങനെ ചൊല്ലി അവസാനിപ്പിക്കാം. പുതിയ കാല
തികവിനുള്ളിൽ പുതിയ നാടുണരോ. പുതിയ കാല തികവിനുള്ളിൽ പുതിയ നാടുണരോ. പുതിയ കാല തികവിനുള്ളിൽ പുതിയ നാടുണരോ. പഴയ തിന്മകൾ തീണ്ടിടാത്ത പുതിയ നാടുണരോ. പുതിയ കാല തികവിനുള്ളിൽ പുതിയ നാടുണരോ. പുതിയ നാടുണരോ. പുതിയ നാടുണരോ. പുതിയ കാലം ജാതിയില്ലാത്ത മതമില്ലാത്ത, ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പ്രാദേശികതയുടെയും അതിർവരുമ്പോൾക്കപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന അമ്മ മലയാളത്തിന്റെ നന്മ മലയാളത്തിന്റെ ഒരു കൂട്ടായ്മയായി ഈ കൂട്ടായ്മ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കിട്ടുകൊണ്ട് ഒരു 4 വരി പാടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. ഇനിയും നമ്മൾ പാടാതിരുന്നാൽ, ഇനിയും നമ്മൾ കൊട്ടാതിരുന്നാൽ, ചുറ്റിലും പെരുകുന്ന അരുതായ്മകൾ കണ്ട് നമ്മുടെ ചൂണ്ടേണ്ട വിരലെടുത്ത് ചൂണ്ടാതിരുന്നാൽ, ശബ്ദമുയർത്തേണ്ട നാവ് നമ്മൾ ശബ്ദമുയർത്താനായി ഉപയോഗിച്ചില്ലെങ്കിൽ ഈ നാടിന്റെ നട്ടല് പൊട്ടി നമ്മളും ചത്തുപോകും. അങ്ങനെ ചത്തുപോകാതിരിക്കാൻ അരുതായ്മകൾക്കെതിരെ ഈ കൂട്ടായ്മ കൊട്ടിപ്പാടി നമുക്ക് അവസാനിപ്പിക്കാം. പാട്ടും പാരുന്ത കെട്ടു ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവേയും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരുന്ത കെട്ടു ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവേയും ഞാൻ പണ്ടേ കളഞ്ഞേ. എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ പയ്യടി തെയ്യേ, എന്നിട്ടും പാടാണ്ടിരിക്കാൻ പയ്യടി തെയ്യേ. ഇനിയുള്ള കാലം നമ്മളു പാടാതിരുന്ന നാടിന്റെ നട്ടലു പൊട്ടി നമ്മളും ചാവും. ചാവാണ്ടിരിക്കാനെങ്കിലും പാടടി തെയ്യേ, പാടിയിട്ടു ചാവാനെങ്കിലും പാടടി തെയ്യേ. പാട്ടും പാരും കെട്ടു ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവേയും ഞാൻ പണ്ടേ കളഞ്ഞേ. ഇനിയുള്ള കാലം നമ്മളു പാടാതിരുന്ന നാടിന്റെ നട്ടലു പൊട്ടി നമ്മളും ചാവും. ഇനിയുള്ള കാലം നമ്മളു പാടാതിരുന്ന നാടിന്റെ നട്ടലു പൊട്ടി നമ്മളും ചാവും. അങ്ങനെ നട്ടല് പൊട്ടിച്ചാകാതിരിക്കാൻ ഇനിയും പാടിയും പറഞ്ഞും പകുത്തും പങ്കുവച്ചും ഈ നാട്ടരങ്ങ് അങ്ങനെ പൊലിച്ച് ഉദിച്ച് ഈ നാടിൻ്റെ വിളക്കായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കലൂടെ എല്ലാവിധ പുതുവർഷ ആശംസകളും നാട്ടരങ്ങ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നന്ദി, നമസ്കാരം. വീഡിയോ അഴിച്ചെടുക്കണോ? കുഴപ്പമില്ല. നമുക്ക് അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കാം.
പാവണൻ്റെ അനുസ്മരണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട റോണി ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ അടുത്തത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പാവണൻ്റെ മകളെ ക്ഷണിക്കുകയാണ്. അത് നൽകുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് സുരേഷ് സോമസാറിനെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ യോഗ നടപടികൾ അവസാനിക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമ്മുടെ കലാപരിപാടികളാണ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി പറയണം. നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ടിൽ സംസ്ഥാന ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയ നമ്മുടെ നാട്ടിൻ്റെ ഒരു ചെറിയ കലാകാരനുണ്ട്, അദ്ദേഹം എഴുന്നേറ്റിന്നേ. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് മറ്റേ നാളിൽ, അതായത് ചൊവ്വാഴ്ച സംസ്ഥാന തലത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. എല്ലാ വിജയ അഭിവാദ്യങ്ങളും നേരുകയാണ്. ഓക്കെ, ഇങ്ങോട്ട് ബസ്സിലോട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കൂടി നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം ഒരു വോയിസ് റെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് പരിപാടി ഈ മാസം അവതരിപ്പിക്കുന്നില്ല. അടുത്ത മാസം തൊട്ട് കൃത്യമായി അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ നിർത്തുമ്പം എനിക്ക് അഭിമാനമുള്ള വേറൊരു കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു 10 വയസ്സ് സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ എന്നോട് പറയുന്നത്, ഇവൻ മോണോ ആക്ടൊക്കെ നടത്താറുണ്ട്, പക്ഷേ സ്റ്റേജിലെങ്ങും കയറി ശീലമില്ല. അങ്ങനെ ബാലസംഘത്തിൻ്റെ ചെറിയ ചെറിയ വേദികളിൽ ഞാനാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോയി പരിപാടിയിൽ അവതരിപ്പിച്ചത്. അങ്ങനെ ഇന്നിപ്പം അദ്ദേഹം സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. വലിയ അഭിമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ അനിയത്തി ഒരു പാട്ട് പാടാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പരിപാടിയിൽ അവസാനിക്കുകയാണ്. നമുക്കിനി അധികം സമയമില്ല. ഈ യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പ്രതീഷിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വാർഡ് മെമ്പർ ശ്രീ മധു, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ പോപ്പുലർ അക്കാദമി അംഗം സുരേഷ് സോമ സാർ, നമ്മുടെ TR ജയചന്ദ്രൻ സാർ, ഹരീഷ് അണ്ണൻ, ബാക്കി സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു കൃതജ്ഞതയുടെ ആവശ്യം ഇല്ല. ഒരു നാട്ടരങ്ങ് എന്ന നാടിൻ്റെ ഒരു അരങ്ങിൻ്റെ ഒരു പരിപാടിയുടെ നമ്മുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കലാപങ്ങളും മറ്റ് പൈശാചികമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ നാട് കലയുടെ കേളി അരങ്ങിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല തുടക്കമാകട്ടെ. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വാർഡ് മെമ്പർ ശ്രീ മധു, അദ്ദേഹത്തിനുള്ള നന്ദി എൻ്റെ പേരിലും നാട്ടരങ്ങിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ നാട്ടരങ്ങിൻ്റെ ഈ വേദി ഉദ്ഘാടനം ചെയ്ത ഫോക്ലോർ അക്കാദമി അംഗം ശ്രീ സുരേഷ് കുമാർ സാറിനോടുള്ള നന്ദി എൻ്റെ വ്യക്തിപരമായ പേരിലും നാട്ടരങ്ങിൻ്റെ പേരിലുമുള്ള അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ നാട്ടരങ്ങിൻ്റെ ഒരു സംഘാടകനായ ശ്രീ TR ജയചന്ദ്രൻ, അദ്ദേഹം ഇവിടെ സ്വാഗതം ആശംസിച്ചു. അദ്ദേഹത്തോടുള്ള നന്ദി നാട്ടരങ്ങിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അറിയിക്കുന്നു. അതുപോലെ ഹരീഷ് അണ്ണൻ, അദ്ദേഹത്തോടുള്ള നന്ദി എൻ്റെ വ്യക്തിപരമായ പേരിലും നാട്ടരങ്ങിൻ്റെ പേരിലും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ കൊച്ചു കലാകാരൻ, അദ്ദേഹത്തിനും ഉള്ള ആശംസ ഈ വേദിയിൽ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഒരു മിതമായ ഒരു പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് സദസ്സ് അല്ലെങ്കിൽ അതിൽ പ്രേക്ഷകരാണ്. നമ്മുടെ തുടക്കത്തിൽ ഇത്രയും കുറവാണെങ്കിലും എല്ലാവരും നമ്മുടെ ഈ അറിയിപ്പ് കണ്ട് എല്ലാവരും വന്ന് എത്തിച്ചേർന്നതിൽ അവരോടുള്ള നന്ദിയും
എൻ്റെ വ്യക്തിപരമായ പേരിലും നാട്ടരങ്ങിൻ്റെ പേരിലും അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. എടുത്തോണ്ട് വന്നാ എന്താണെന്നാ പറയുന്നത്? വരണുണ്ട്. അടുത്തതായിട്ട് കേരനിരകളാടും എന്ന ഗാനം ആലപിക്കുന്നതിനായി ജയചന്ദ്രൻ ടിആറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഗായകൻ ജയചന്ദ്രൻ, സംഗീതം അൽഫോൺസ് ജോസഫ്, സിനിമ ജലോത്സവം, രചന BR പ്രസാദ്, ഗായകൻ P ജയചന്ദ്രൻ. നമസ്കാരം. നാട്ടരങ്ങിൻ്റെ ഈ ഒരു വേദിയിൽ ആദ്യമായി ഒരു ഗാനം ആലപിക്കാൻ കഴിഞ്ഞതിൽ നമ്മുടെ സ്വന്തം നാടിൻ്റെ ആസ്വാദകരുടെ മുമ്പിൽ, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരനാണ് ഞാൻ. സ്കൂളിലും SNDPH സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിലെ കലാസമിതി തുടങ്ങി തിരുവനന്തപുരത്തായിരുന്ന വർഷങ്ങളോളം. ഇവിടെ നമ്മുടെ നാടിൻ്റെ മുമ്പിൽ, സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഗാനം ആലപിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും നമ്മുടെ ഈ ഒരു കലാസംഗമം നാട്ടരങ്ങ് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്ന പ്രതീക്ഷയോടെ ഗാനം ആലപിക്കാം. തീർച്ചയായും തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക. താങ്ക് യു.
കവിത പാടും തീരം കായലകൾ പുൽകും കണുവലിയും കാറ്റിൽ ഇളയാറിൻ മലയാൾ കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിനാൻ പുതുവിള നേരും ഓരിനിയ നാളിതാ പാടാ കുട്ടനാടിൻ തീരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം മണ്ണോട് കതിരും മണ്ണൊതിരും മണമോ പെണ്ണിനു വിയർപ്പാലും മധുമണമോ യാട്ടോല പച്ചമല പൊന്നും ചെളിക്കൊലുസ് പെണ്ണിവൾ കളമൊഴിയാ കുറ്റികൾ പകൽ നീളത്തിനാ കാണും മുട്ടിടുവനുമാക കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിൻ തീരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം പൊന്നായൻ കതിരുകം സ്വർണ്ണമണി നിറമോ കണ്ണിനു കണിയാകും നിറ പറയോ പെണ്ണാൾ കൊയ്തുവരും കറ്റ നിറപ്പൊലിയാൽ നെല്ലറ നിറയെ മനസ്സു പോലെ ഉത്സവ തുടിതാള കൊടിയേറ്റം മത്സര കളിവള്ള തിരയോട്ടം പെണ്ണിനു മനമാകെ കതിരാട്ടം പാടാ കുട്ടനാടിൻ തീരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലകൾ പുൽകും കണുവലിയുമേവൻ കാറ്റിൽ ഇളയാറിൻ മുലയാളം കുളിരുലാവും നാട് നിറകൊലിയേകാമെന്നരിയ നേരിനാൾ പുതുവിള നേരും ഓരിയ നാളിതാ പാടാ കുട്ടനാടിൻ തീരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം അടുത്തതായിട്ട് നാദങ്ങളായി എന്ന ഗാനം ആലപിക്കുന്നതിനായി നവമിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സിനിമ നിന്നിഷ്ടം എന്നിഷ്ടം എന്നതാണ്. ഈ ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് കണ്ണൂർ രാജൻ. ഈ ചിത്രത്തിന്റെ രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് പി ജയചന്ദ്രൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നവമി. ഞാൻ ഫേസ്ബുക്കിലൊക്കെ ലൈവ് ചെയ്തിട്ടുണ്ട്. 500ഓളം പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രശസ്തരും
അപ്രശസ്തരുമായിട്ടുള്ള ഗായകരുടെ ഒപ്പം സ്റ്റേജ് പ്രോഗ്രാം നടത്താൻ അവസരം കിട്ടി. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് എന്നെയും ഈ വേദിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും നാട്ടുകാരുടെ ഒപ്പം എന്നെയും ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി. നമസ്കാരം. മധുരസ്വര നിരകൾ നിറയും അകത്താളിരിൽ വിളയും ഒരു താളം, ലളിത സരള പദമൊഴുകി മഴിയും ഒരു പുതിയ കവിതയുടെ ഈണം. പനി പനി സനി സരി സരി ഗരി ഗരി സ ചൊരിയും ഒരു മാസം
അടുത്തായിട്ട് വൃന്ദാവനമുണ്ടോ രാധേ എന്ന ഗാനം ആലപിക്കുന്നതിനായി അടുത്തതായിട്ട് വെള്ളാരം പൂമല മേലെ എന്ന ഗാനം ആലപിക്കുന്നതിനായി പ്രതീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സിനിമ വരവേൽപ്പ്. ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ. ഇത് ശരിക്കില്ലേ അപ്പുറത്തേക്ക് നമസ്കാരം. എൻ്റെ പേര് പ്രതീഷ് കുമാർ. ഞാൻ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നു, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ. വീട് ഇവിടെ അടുത്ത് താഴെ തന്നെയാണ്. നമ്മുടെ നാട്ടരങ്ങിൻ്റെ വേദിയിൽ ഒരു ഗാനം ആലപിക്കുവാൻ അവസരം ലഭിച്ചതിനായിട്ട് വളരെ നന്ദിയുണ്ട്. അതുപോലെ 2000 ഇവിടെ മില്ലേനിയ ആഘോഷം നടത്തിയ സമയത്ത് ഒരു പാട്ട് പാടാനും അവസരം കിട്ടി. അപ്പം അതുകൊണ്ട് തുടങ്ങട്ടെ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമോടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താടി വരുന്നേ ഓണത്താടി വരുന്നേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമോടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താടി വരുന്നേ ഓണത്താടി വരുന്നേ.
മണവും കുളിരും മാടി വിരിക്കേ പൂമൊഴിയുടെ കവിളിതളിൽ കുങ്കുമമേറ്റു വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താടി വരുന്നേ ഓണത്താടി വരുന്നേ. പാട്ടാടി പാടൻ വരുമ്പോൾ പാടിരുളും പാടലമാ കതിരു കവിഞ്ഞേ നന്ദുണിപ്പാട്ടാടി പാടൻ വരുമ്പോൾ പാടിരുളും പാടലമാ കതിരു കവിഞ്ഞേ കാലിക്കുടമണികളിലെ കേളി പതിഞ്ഞ് അറിയാതൊരു പനിനീരിലെ മഞ്ഞു പൊഴിഞ്ഞ് വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താടി വരുന്നേ ഓണത്താടി വരുന്നേ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താടി വരുന്നേ ഓണത്താടി വരുന്നേ. താങ്ക് യു. അടുത്തതായിട്ട് താരാപദം ചേതോഹരം എന്ന ഗാനം ആലപിക്കുന്നതിനായി വിനോദണ്ണനെയും നവമിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ചിത്രത്തിന്റെ പേര് അനശ്വരം. ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഇളയരാജ, രചന CK ഗോപി. ഈ ഗാനം പാടിയിരിക്കുന്നത് SP ചിത്ര എന്നിവരാണ്.
കരളിന്റെ നോവറിഞ്ഞു അടുത്തതായിട്ട് കരളിന്റെ നോവറിഞ്ഞു എന്ന ഗാനം ആലപിക്കുന്നതിനായി നമ്മുടെ നാടിന്റെ കൊച്ചു കലാകാരൻ ശ്രീ അജിത്തിനെ വേദിയിലേക്ക് ശ്രീജിത്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സിനിമ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. ഈ ഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് വേണി ഇഗ്നേഷ്യസ്. ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് KJ യേശുദാസ്. കരളിന്റെ നോവറിഞ്ഞ കളിവീണ പാടുമോ, കടലിന്റെ നൊമ്പരങ്ങൾ മുകിലായി മാറുമോ, നീ എന്തിനൻ സ്വപ്നമായി ദേവി, കന്നിമഴ പോലീ സ്നേഹം, കുന്നിമണി പോലീ മോഹം, കന്നിമഴ പോലീ സ്നേഹം, കുന്നിമണി പോലീ മോഹം. കരളിന്റെ നോവറിഞ്ഞ കളിവീണ പാടുമോ, കടലിന്റെ നൊമ്പരങ്ങൾ മുകിലായി മാറുമോ. കണ്ണീർ പൂവിൻ തേൻ തുള്ളികൾ കരളിന്റെ നോ
കടിവീണ പാടുമോ കടലിന്റെ നൊമ്പരങ്ങൾ മുകിലായി മാറുമോ മണ്ണിതിൽ വീണ പൂക്കൾ ഈ ഓർമ്മകൾ പിന്നെയും പിന്നിലാവിൽ തേങ്ങുന്നതെന്തേ മണ്ണിതിൽ വീണ പൂക്കൾ ഈ ഓർമ്മകൾ പിന്നെയും പിന്നിലാവിൽ തേങ്ങുന്നതെന്തേ ഒരു നാളറിയും നീ എന്റെ ദേവരാഗം തിരിയായി തെളിയും അതിലെന്റെ ജീവനാളം നിനക്കെന്റെ ജന്മം പോലും നീർപ്പോളയാ കരളിന്റെ നോവറിഞ്ഞ കടിവീണ പാടുമോ കടലിന്റെ നൊമ്പരങ്ങൾ മുകിലായി മാറുമോ നീ എന്തിനൻ സ്വപ്നമായി ദേവി കന്നിമഴ പോലീ സ്നേഹം കുന്നിമണി പോലീ മോഹം കന്നിമഴ പോലീ സ്നേഹം കുന്നിമണി പോലീ മോഹം അടുത്തതായിട്ട് ഒരു ഗാനം ആലപിക്കുന്നതിനായി നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അജിത് കട്ടപ്പനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു പാട്ട് കഴിഞ്ഞിട്ടോ അച്ഛനെ വിടും അച്ഛനെ നിങ്ങളെ എന്ന ഗാനം ആലപിക്കുന്നതിനായി നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അച്യുതൻ ആലിൻകുറ്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു. രാത്രി കണ്ട
അടുത്ത മാസം സാഗരങ്ങളെ പാടി ഉണർത്തിയ സമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ സാഗരങ്ങളെ പാടി ഉണർത്തിയ സമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി
കന്നിമണ്ണിന്റെ ഗന്ധമുയർന്നു തെന്നൽ മതിച്ചു പാടുന്നു കന്നിമണ്ണിന്റെ ഗന്ധമുയർന്നു തെന്നൽ മതിച്ചു പാടുന്നു ഈ നരിതൻ മാറിലാരുടെ കൈവിരൽ പാടുകൾ പുണരുന്നു തഴുകി തഴുകി ഉണർത്തു മേഘരാഗമൻ ഏകതാരികെ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ. Thank you. അടുത്തതായിട്ട് ഒരു ഗാനം ആലപിക്കുന്നതിനായി നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അജിത് ഓമല്ലൂരിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Hello. Hello, check. Check. Hello. Hello. Check. Hello. Hello, check.
രാവിൽ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്കല്ലിട്ടതായി മാണിക്യം കാണാതെ പാവപ്പാറാപ്പു താങ്ങുന്നൊരാൾ മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്കല്ലിട്ടതായി മാണിക്യം കാണാതെ പാവപ്പാറാപ്പു താങ്ങുന്നൊരാൾ വെള്ളിപ്പൂവാമ്പൽ ചെണ്ടിലിരുന്നു കാറ്റിനത് പറഞ്ഞാടി അല്ലിപ്പൂത്താരം കാറ്റിലുടഞ്ഞു ആമ്പലം നലിഞ്ഞാടുമ്പോൾ പൂളിപ്പോയി പരിമളം രാവിൽ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ താരിയത്താവും വേല കഴിഞ്ഞു ആവണിപ്പാടും മുക്കൽ പൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽപ്പൂവിന്റെ തേന്നതന്നേ വരാം ചെല്ലപ്പൂം ചെണ്ടെന്ന് കൂടെ കൊണ്ടും തരാം ലാലല്ലാ താങ്ക് യു. കലാകാരന്മാർക്ക് എല്ലാവർക്കും നല്ലൊരു പ്രോത്സാഹനം കൊടുക്കണം കേട്ടോ. എല്ലാവരും കൈയടിച്ച് അടുത്തതായിട്ട് സത്യം ശിവം സുന്ദരം എന്ന സിനിമയിലെ ഗാനം ആലപിക്കുന്നതിനായി നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട കലാകാരി ശ്രീ നവമിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ചിത്രം സത്യം ശിവം സുന്ദരം. ഈ ഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ലക്ഷ്മികാന്ത്. ഈ ഗാനത്തിന്റെ രചന പണ്ഡിറ്റ് നരേന്ദ്ര ശർമ്മ. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ദീപാങ്കുരൻ.
അടുത്തതായിട്ട് മെയ് മാസം മനസ്സിനുള്ളിൽ എന്ന ഗാനം ആലപിക്കുന്നതിനായി നമ്മുടെ നാട്ടിലെ കൊച്ചു കലാകാരൻ ശ്രീജിത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സിനിമ നാട്ടുരാജാവ്. ഈ ഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് എം ജയചന്ദ്രൻ. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എം ജി ശ്രീകുമാർ, സുജാത എന്നിവരാണ്. മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുള്ളിക്കും. മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുള്ളിക്കും. ചിരിപ്പൂക്കൾ ചിരിക്കാറ്റിൻ ചെപ്പു തുറക്കാൻ പമ്മി
മഴത്തുള്ളിയായി തുള്ളി തുള്ളിക്കും ചിരിപ്പൂക്കൾ ചിരിക്കാറ്റിൻ ചെപ്പു തുറക്കാൻ മമ്മി പറക്കും കുക്കു കോയിൽ കൂട്ടിൽ കുക്കു കോയിൽ പാട്ടിൽ പറയാൻ മറന്നതെന്തടോ എടോ തൊട്ടമീ മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുള്ളിക്കും ചിരിപ്പൂക്കൾ ചിരിക്കാറ്റിൻ ചെപ്പു തുറക്കാൻ പമ്മി പറക്കും യായ് 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 യായ്. സൂപ്പർ സൂപ്പർ. അടുത്തതായിട്ട് ദൂരെ കിഴക്കുദിക്കിൽ എന്ന ഗാനം ആലപിക്കുന്നതിനായി നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ ശ്രീ ജയചന്ദ്രൻ സാർ, നവമി എന്നിവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് കണ്ണൂർ രാജൻ. ഈ ഗാനത്തിന്റെ രചന ഷിബു ചക്രവർത്തി. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് MG ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവരാണ്. ഹലോ ഹലോ la
കിഴക്കുതിക്കുന്നു മാണിക്യ ചെമ്പെടുക്ക കിഴക്കുതിക്കുന്നു മാണിക്യ ചെമ്പെടുക്ക കിഴക്കുതിക്കുന്നു മാണിക്യ ചെമ്പെടുക്ക. താങ്ക് യു. അടുത്തതായിട്ട് ഒരു മധുരക്കിനാവിൽ എന്ന ഗാനം ആലപിക്കുന്നതിനായി നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ വിനോദിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ചിത്രം കാണാമറിയത്ത്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ബിച്ചു തിരുമല. ഈ ഗാനത്തിന്റെ സംഗീതം ശ്യാം. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസ്. ഹലോ ജലസേ